ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു അവിയലാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. അതിനുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളരിക്ക, ചേന, പച്ചമാങ്ങ, ക്യാരറ്റ്, കോവയ്ക്ക, പൊട്ടറ്റോ, അതുപോലെ ഒണിയൻ, ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ അരപ്പിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. അതുപോലെ കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് നല്ല ഒരു ടേസ്റ്റി അവിയലാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പച്ച കായ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. പച്ചക്കായ് ഇടാതെ അമ്മയൊന്നും അവിയൽ വെക്കത്തില്ല. അപ്പോൾ ഞാൻ യൂഷ്വലി ഇടാറില്ല. പിന്നെ ഇവിടെ നല്ല പച്ചക്കായ് അത്ര കിട്ടാറുമില്ല, അതുകൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പച്ചക്കായും കൂടി എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പിന്നെ കറി കൂടിയാണ് അല്ലേ അവിയൽ. അപ്പോൾ ഓണം സീരീസിൽ ഞാൻ കുറേ കറികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് തോന്നുന്നു അവിയൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഓണത്തിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിയായതുകൊണ്ട് നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ പല ഫ്രണ്ട്സും പല നാട്ടിലുള്ളവർ പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ പച്ചമാങ്ങ ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്താണ് അമ്മ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പച്ചമാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറു പുളിയെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ തൈര് അധികം പുളിയില്ലാത്ത ആണെങ്കിൽ പോലും നല്ല അത് ബാലൻസ് ചെയ്ത് വരും. പച്ചമാങ്ങ എന്തായാലും കിട്ടുകയാണെങ്കിൽ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് മെയിനായിട്ട് വരുന്ന കട്ടിംഗ് ആണ്. അപ്പോൾ കട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണെങ്കിലും ഈ ഒരു കറി എല്ലാവരും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഞാനിത് ഇടയ്ക്ക് ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഏത് രൂപത്തിലാണോ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടം അത് നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടായാലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പോൾ വെള്ളരിക്ക, ചേന ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കി കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം ഈ ഡ്രം സ്റ്റിക്കാണ് കട്ട് ചെയ്തിടുന്നത്. ഇനിയിപ്പം കുമ്പളങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ അവിയൽ എന്നാണല്ലോ, ഒരു മിക്സ്ചർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് മാക്സിമം പോകുന്ന എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സവാളയും കുറച്ച് കട്ടിയിലാണ് ഞാൻ അരിയുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കയ്പ്പ് കുറഞ്ഞ കയ്പ്പൊക്കെ ഉണ്ടാവുമല്ലോ പാവയ്ക്ക, അതും ചിലപ്പം ഇതിൽ ആഡ് ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈറ്റ് കളർ പാവയ്ക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതും ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഞാൻ കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴുത്തത് ആഡ് ചെയ്യാണ്ടിരിക്കുക, അതിന് ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പച്ച നോക്കിയിട്ട് ആഡ് ചെയ്യുക. പിന്നെ പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഡ് ചെയ്യുന്നത്. എല്ലാവരും ആഡ് ചെയ്യാറുണ്ടോ എനിക്കറിയില്ല, ബട്ട് ഞാൻ പൊട്ടറ്റോ എപ്പോഴും ആഡ് ചെയ്യും. അതൊരു നല്ലൊരു ബൈൻഡിങ് കിട്ടും, നമ്മൾ ആ കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പച്ചമാങ്ങ നേരത്തെ പറഞ്ഞ പോലെ പുളി നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഓൾറെഡി നമ്മൾ തൈരും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ തൈരിനെയും പുളി കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം മാങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഈ മാങ്ങ ഒത്തിരി പുളിയുമില്ല, അത് കാരണം ഞാൻ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഒത്തിരി ആഡ് ചെയ്താൽ പുളിച്ച് പോവും. പുളിച്ച് പോയാൽ കറീൻ്റെ ടേസ്റ്റ് പോവും. ഓക്കെ, അപ്പോൾ എല്ലാ കഷ്ണവും ഈവണായിട്ട് ആഡ് ചെയ്ത് അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ. ചില നാട്ടിലൊക്കെ അവിയൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടാണ് ആക്കുക, പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഇത് കുറച്ച് ലൂസായിട്ടാണ് ആക്കുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതൊരു ഒഴിച്ചു കറി പോലെ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ആക്കാറ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അവർ ഒരു കറി കഴിക്കത്തുള്ളൂ. അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് കറികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം.
അപ്പോൾ ഒരു വിസിൽ മതി ആക്ച്വലി. എന്നിട്ട് 2 വിസിൽ വെച്ചാൽ നമുക്ക് എല്ലാ കഷ്ണങ്ങളും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. കൂടുതൽ വേവിച്ചാൽ നമ്മുടെ ഡ്രം സ്റ്റിക്കൊക്കെ ഉടഞ്ഞു പോകും. സോ ഞാൻ 2 വിസിലാണ് വെക്കാറ്. ആ സമയത്ത് പാരലായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും മിക്സിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് അരയണ്ട. നമുക്കൊരു തുരുതുര ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിയലിൽ ഒത്തിരി അരവ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതുപോലെ വെള്ളവും കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇച്ചിരി കൂടി വെള്ളം ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു പാകത്തിലാണ് വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് മതി. ഇതുപോലെ അരച്ചെടുക്കണം. ഓക്കെ, കുറച്ച് തുരുതുരയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വേവുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 2 വിസിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് കുക്കായി കഴിഞ്ഞ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ മിക്സ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് മെല്ലെ ഈ കുക്കർ ഓപ്പൺ ചെയ്താൽ കാണാം ഈ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇതിനകത്തേക്ക് ഞാൻ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ അരപ്പ് ഒന്ന് വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കട്ടി തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് തീർന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് അരപ്പൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി ലാസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ മുകളിൽ നിന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി അവിയൽ റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. താങ്ക്